വന്ദേഭാരതിൽ യാത്രക്കാരൻ പുകവലിച്ചതിനെ തുടർന്ന് വണ്ടി നിന്നു. C5 കോച്ചിലാണ് യാത്രക്കാരൻ പുകവലിച്ചതോടെ അലാറം അടിച്ചത്. പരിശോധനയ്ക്ക് ശേഷം വന്ദേഭാരത് യാത്ര പുനരാരംഭിച്ചു. യാത്രക്കാരനെതിരെ നടപടിയെടുക്കുമെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്തായാലും ഏതാണ്ട് 20 മിനിറ്റിലധികം വണ്ടി നിർത്തിയിട്ടിരുന്നു. ആദ്യം ഈ പുക കണ്ടത് AC-യുടെ വാതകം ചോർന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വന്നിരുന്നത്. പക്ഷേ യാത്രക്കാരൻ പുകവലിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് C5 കോച്ചിൽ. എന്തായാലും യാത്രക്കാരനെ കണ്ടുപിടിച്ചതുമായി ബന്ധപ്പെട്ട റെയിൽവേ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയിച്ചത്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം വാതക ചോർച്ച എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പുറത്തു വന്നതെങ്കിലും പിന്നീടാണ് കണ്ടെത്തിയത് ഈ യാത്രക്കാരൻ പുകവലിച്ചതിനെ തുടർന്നാണ് വന്ദേ ഭാരത് നിന്നത് എന്നുള്ളതാണ്. ആലുവ കാമശ്ശേരി ഭാഗത്ത് വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ട്രെയിനിന്റെ സ്മോക്ക് ഡിറ്റക്ടർ പ്രവർത്തിച്ച് ട്രെയിൻ തനിയെ തന്നെ നിൽക്കുകയായിരുന്നു. യാത്രക്കാരൻ പുകവലിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ സ്മോക്ക് ഡിറ്റക്ടർ പ്രവർത്തിച്ച് ട്രെയിൻ തനിയെ നിന്നത്. പുക ഉയർന്നു കഴിഞ്ഞ സുരക്ഷാ സംവിധാനം എന്നുള്ള രീതിയിൽ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് വന്ദേ ഭാരത് ഓട്ടോമാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഈ ട്രെയിനിലുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെറിയ രീതിയിൽ പുക ഉയർന്നാൽ പോലും ഈ വണ്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും പുക വലിച്ച യാത്രക്കാരനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നടപടി ഉണ്ടാകുമെന്നാണ് റെയിൽവേ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും റെയിൽവേ പോലീസ് വിപുലമായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഏകദേശം 23 മിനിറ്റോളമാണ് വന്ദേ ഭാരത് ട്രെയിൻ വൈകിയത്. തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡിന് പോകുന്ന ട്രെയിനിലാണ് ഇത്തരമൊരു സംഭവം, C5 കോച്ചിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത്. എന്തായാലും ആലുവ സ്റ്റേഷനിൽ എത്തിച്ച് റീസെറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് 23 മിനിറ്റ് വൈകി ട്രെയിൻ പുറപ്പെട്ടത്. എന്തായാലും ഈ യാത്രക്കാരൻ ആരെന്ന് കണ്ടെത്താനുള്ള ഒരു അന്വേഷണത്തിലാണ് റെയിൽവേ പോലീസ്. വാതക ചോർച്ചയൊന്നും അല്ല, മറിച്ച് യാത്രക്കാരൻ പുകവലിച്ചതിനെ തുടർന്നാണ് വന്ദേ ഭാരതിന്റെ സ്മോക്ക് ഡിറ്റക്ടർ സംവിധാനം തനിയെ പ്രവർത്തിച്ചുകൊണ്ട് വണ്ടി തനിയെ നിന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ലക്ഷ്മി, രേഷ്മ വിവരങ്ങൾ നൽകിയത്.